ഫ്രണ്ട്സ്, എല്ലാവർക്കും 333 മാജിക് വേർഡ്സ് മലയാളം ടാറോ റീഡിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ വാട്ട് ബ്ലെസ്സിങ് കമ്മിങ് ടുവേർഡ്സ് യു. നിങ്ങളുടെ അടുത്തേക്ക് ഇനി എന്ത് ബ്ലെസ്സിങ്സ് ആണ് വരാൻ പോകുന്നത്, എന്ത് ലക്കാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ 2 കാർഡാണ് ചൂസ് ചെയ്യാൻ ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യൂണിക്കോൺ കാർഡാണ്. ഓക്കെ, സെക്കൻഡ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അഗെയിൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യൂണിക്കോൺ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്, ഏതാണ് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്, ആ കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിൽ എന്ത് ബ്ലെസ്സിങ്സ് ആണ് കിട്ടാൻ പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡിന്റെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. What blessings are coming towards you? Okay, cup of love, ace of cups, and the bottom of the deck is lovers. Wow, it's good. Okay. Then clarifying ace of cups. Oh, page of cups. Clarifying 5 of pentacles. Okay, page of swords. Interesting. Clarifying 4 of cups. Okay, Queen of swords. I think strongly your Aquarius, Libra, Gemini people, or Pisces, Scorpio, and Taurus, Virgo, Capricorn, and Pisces, Cancer, Scorpio. Aquarius, Libra, Gemini, Pisces, Scorpio, and ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ആൻഡ് ക്യാൻസർ. ഓക്കെ, ഇതാണ് ഞാനിവിടെ കാണുന്ന സോഡിയക് സൈൻസ്. ഇത് നിങ്ങളുടെ അലൈൻമെന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ സോഡിയക് സൈൻസോ ആവാം. ഓക്കെ, ഇതിലേതെങ്കിലും ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ എടുത്ത് പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങളുടെ സോഡിയക് സൈൻ പറഞ്ഞില്ലെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഫേവറബിൾ ആവില്ല എന്നല്ല. ഇപ്പോൾ നിങ്ങളുടെ എനർജിയിൽ ഈ ഒരു സോഡിയക് സൈൻസ് ആണ് അലൈൻ ചെയ്തിരിക്കുന്നതാണ് അർത്ഥം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ റിസൾട്ട് ആയിരിക്കും. ഓക്കെ, വാച്ച് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിലേക്ക് maybe it's a new love, or നിങ്ങളുടെ ലൈഫിലേക്ക് ലവ് ആയിട്ട്, അതായത് ഒരാൾ കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുമ്പോൾ സ്ട്രോങ്ലി ആ പേഴ്സൺ കുറെ നാളായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു നിങ്ങൾക്ക് ഇത് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സന്റെ പിന്നാലെ കുറെ നാൾ ചേസ് ചെയ്ത് നടന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ആ ചേസിങ് നിർത്തി, നിങ്ങൾ സ്റ്റെപ്പ് ഓൺ ആവുക, നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ പേഴ്സൺ എലോണായി. ഓക്കെ, നിങ്ങൾ പിന്നാലെ നടന്നിരുന്ന സമയത്ത് ആ പേഴ്സണ് നിങ്ങളെ വേണ്ട. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ആ പിന്നാലെ നടക്കുന്ന സംഭവം നിർത്തി മാനിഫെസ്റ്റേഷൻ ചെയ്തു തുടങ്ങി. ദെൻ അപ്പോ ആ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്തു തുടങ്ങി. ബിക്കോസ് നിങ്ങൾ ഇപ്പൊ പിന്നാലെ നടക്കുന്നില്ല, അന്ന് നിങ്ങളെ വേണ്ടായിരുന്നു. ഇപ്പൊ ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്തു തുടങ്ങി. അതുകൊണ്ട് തന്നെ നിങ്ങളെ നല്ല രീതിയിൽ ആ പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ട്. ആ പേഴ്സൺ ഇപ്പൊ നിങ്ങൾക്ക് കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണം. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ആ കപ്പ് ഓഫ് ലവ് ഈ അടുത്ത ബ്ലെസ്സിങ് ആയിട്ട് കിട്ടാൻ പോവാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് കാർഡിൽ തന്നെ വന്നത് നമ്മൾ ലോട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലവർ ആണ്. ഐ തിങ്ക് യു ക്യാൻ സീ ഇറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യുന്നത്, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ലോട്ടസ് അഫർമേഷൻസ് ഒക്കെ ചെയ്യുക. ഇറ്റ്സ് വെരി ബെനിഫിറ്റ് ഫോർ യു. ബിക്കോസ് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യാനും നിങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ തോന്നുവാനും നിങ്ങളുടെ അടുത്തേക്ക് വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബ്ലെസ്സിങ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ന്യൂ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ന്യൂ പേഴ്സണ് നിങ്ങൾക്ക് കിട്ടും. അയാൾ നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള ഒരാളായിരിക്കും. അതല്ല, നിങ്ങൾ ഒരാൾ ഒരുപാട് നാളായിട്ട് ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ നിങ്ങൾ ആ ചേസിങ് നിർത്തി മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കപ്പ് ഓഫ് ലവ് ഓഫർ ആയി തരാൻ വില്ലിംഗ് ആണ്. ഓക്കെ, ദെൻ ദ മീനിങ് ഓഫ് മാജിക്. ദർ ഇസ് എ മാജിക് അറൌണ്ട് യു. നിങ്ങളുടെ അടുത്ത് വളരെ ഒരു വലിയ മാജിക് നടന്നുകൊണ്ടിരിക്കുക. സോ എക്സ്പെക്ട് എക്സൈറ്റ്മെന്റ് ആൻഡ് ജോയ്. സന്തോഷം, എക്സൈറ്റ്മെന്റും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് on towards you, because this stars is coming towards you, this blessings is coming towards you guys. And I don't know why കുറച്ച് വേർഡ്സ് ക്ലാരിറ്റി പോകുന്നു, എന്തുകൊണ്ടാണ്. ഓക്കെ, വാട്ടെവർ. ഒരുപാട് പേഴ്സണൽ റീഡിങ് ഇന്ന് ചെയ്തായിരുന്നു, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ദെൻ എനിക്ക് തോന്നുന്നു സ്ട്രോങ്ലി നിങ്ങൾക്ക് ഒരു കപ്പ് ഓഫ് ലവിന്റെ ഓഫറാണ് വരാൻ പോകുന്നത്.
ഞാൻ പറഞ്ഞു അത് വരാത്തവരാണെന്നുണ്ടെങ്കിൽ ലോട്ടസുമായി ബന്ധപ്പെട്ട അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുക. ഇറ്റ്സ് വെരി ബെനിഫിറ്റഡ് ഫോർ യു. നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം അഫർമേഷൻസ് യൂസ് ചെയ്യുക. ബിക്കോസ് അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി ലോട്ടസിന്റെ അഫർമേഷൻ എടുത്ത് യൂസ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ തന്നെ വർക്ക് ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, പറഞ്ഞത് കറക്റ്റ് ആണ്. ഇത് സ്റ്റാർ റിവേഴ്സ് വന്നു, അതായത് ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, സ്ട്രോങ്ലി എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരുന്നത് ലവിന്റെ കാര്യത്തിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് ലോസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ അലേർട്ട് ആയിട്ടിരിക്കുക കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ അനുകൂലമായ സിറ്റുവേഷൻ ആണ് വരുന്നത്. അത് മാർച്ച് ഏപ്രിൽ മന്ത് ഏരീസ് മന്ത് ആണ്. നിങ്ങൾക്ക് ഈ സമയത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്താൽ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവും. അതിന് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു പാർട്ണർ വേണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ പുതിയൊരു ലവ്, ഡിവൈൻ ലവ് നിങ്ങൾക്ക് വേണ്ടി കിട്ടാനിരിക്കുകയാണ്. അതല്ലെങ്കിൽ പഴയ പാർട്ണർക്ക് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് നോ കോൺടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഞങ്ങളുണ്ട്. സ്ട്രോങ്ലി ലവ് ആൻഡ് മാരേജ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഹയറോഫന്റ് എന്ന് പറഞ്ഞ കാർഡ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവർക്ക് കൂടുതലും ലാർജ് സക്സസ് ആണ് ബ്ലെസ്സിങ്സ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. മണി ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. ഡബിൾ ഇന്റർഫേസ്, അതായത് ഫിസിക്കൽ അട്രാക്ഷൻ വളരെ കൂടാനും നിങ്ങൾ ചിലപ്പോൾ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് ഇൻവോൾവ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോവാതിരിക്കുക. ഡിവൈൻ ആയിട്ടുള്ള വർത്ത് ആയിട്ടുള്ള ഒരു അഫെയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. അല്ലാത്ത പക്ഷം ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ഇന്റർഫേസ് ഉണ്ടാവും. ഫിസിക്കൽ എല്ലാം എക്സ്ട്രീം ലെവലിൽ പോവുക. സെക്ഷൽ ആയിട്ടുള്ള ഇന്റർഫേസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ അതൊരു അലേർട്ട് ആയിട്ട് എടുക്കുക. നിങ്ങൾക്ക് ഫിസിക്കൽ അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. മാരേജിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, പക്ഷെ ചിലപ്പോ നിങ്ങളുടെ ഓറ, ദ ലവേഴ്സ്, ദ മാരേജ് ആൻഡ് ന്യൂ ബിഗിനിങ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ, ഇറ്റ്സ് വെരി ഗുഡ് ഗായ്സ്. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന കാർഡ് വളരെ ഇതാണ്. പക്ഷെ ഇവിടെ ഒരു ഡാർക്ക് ഇന്റർഫേസ് വന്നിട്ടുണ്ട്. ദ ലവേഴ്സ് എന്ന് പറഞ്ഞ കാർഡിന്റെ ബാക്കിൽ ഒരു ഡാർക്ക് ഇന്റർഫേസ് ഉണ്ട്. അപ്പൊ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കുക, അല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, ആൻഡ് can check with more. Okay, Lady Portia, divine order, do what you feel is right. An important lesson is unfolding. Yeah, നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത്? ഇപ്പോൾ ആ പേഴ്സണായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾക്കാവാം. ഇറ്റ്സ് ഓക്കെ, നിങ്ങളുടെ ഇന്നർ വർത്ത് പോലെ ചെയ്യാം. പക്ഷെ എപ്പോഴും നമ്മൾ അലേർട്ട് ആയിട്ട് ഇരിക്കുക കേട്ടോ. Do what you feel is right. An important lesson is unfolding. Yeah, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺ ആയിരിക്കും ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ആൻഡ് ബേസിക്കലി ഞാൻ പറയുന്നു, അങ്ങനെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ലാതെ ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ല കാര്യം. അല്ലാത്ത പക്ഷം ചിലപ്പോൾ കുറച്ച് ഡാർക്ക് ഇന്റർഫേസും ഉണ്ട് ഇതിൽ. അതുകൊണ്ടാണ് എല്ലാം നിങ്ങൾക്ക് എക്സ്ട്രീം ആയിട്ട് ഈ പേഴ്സണിൽ നിന്ന് കിട്ടും, എല്ലാത്തിന്റെ എക്സ്ട്രീം. ഓക്കെ, ഗ്രീൻ താര, സുപ്രീം പ്രൊട്ടക്ഷൻ. യു ആർ പ്രൊട്ടക്റ്റഡ്. കോർഡ്സ് ആർ ബീങ് കട്ട്. മൂവ് ബിയോണ്ട് ലിമിറ്റേഷൻസ്. ട്രസ്റ്റ്. ഓക്കെ, you are protected. Cords are being cut. Move beyond limitations. Trust. നിങ്ങളുടെ ആ ലിമിറ്റേഷൻസ് ഒക്കെ പൊട്ടിച്ചെറിയുക. ഈ ഡബിൾ എനർജി വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എക്സ്ട്രീം ലെവലിലുള്ള കാണിക്കും. എക്സ്ട്രീം ലെവൽ സെക്ഷൽ ആൻഡ് മണി ആൻഡ് ട്രിപ്പ്, എവറിത്തിങ് വിൽ ബി ഗെറ്റ് ഇൻ എക്സ്ട്രീം വിത്ത് ദിസ് പേഴ്സൺ. ബട്ട് അതൊന്ന് അലർട്ട് ആയിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ യു ആർ പ്രൊട്ടക്റ്റഡ്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അലർട്ട് തന്നിരിക്കുന്നത്. കോഡ്സ് ആർ ബീങ് കട്ട്, നിങ്ങൾ എല്ലാ ലിമിറ്റേഷൻസും കട്ട് ചെയ്തിട്ടാണ് ചെയ്യുക. മൂവ് ബിയോണ്ട് ലിമിറ്റേഷൻസ്, എല്ലാ ലിമിറ്റേഷൻസും മറ്റുള്ളവർ എന്താ പറയുന്നത്, എങ്ങനെയാ ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കില്ല. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ 100% ആയിട്ട് ഇൻവോൾവഡ് ആവും. ട്രസ്റ്റ് ആണ് ഇമ്പോർട്ടന്റ്. എല്ലാം വിശ്വസിക്കും നിങ്ങൾ. ഓക്കെ, ഓക്കെ. Okay guys, yeah, King of the Unicorns. I think first card ചൂസ് ചെയ്തൊരു വളരെ ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ്. You are blessed with majesty, vision and power. ഞാൻ പറഞ്ഞു ഇതൊക്കെ സാധ്യമാവും. പക്ഷേ മെജസ്റ്റി, വിഷൻ ആൻഡ് പവർ എന്ന് പറഞ്ഞ മാനിഫെസ്റ്റേഷൻ ആണ്. ഗുഡ് അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഈ അനുകൂലമായ മാർച്ച് ഏപ്രിൽ മന്ത് നല്ല രീതിയിൽ യൂസ് ചെയ്യുക. ഏരീസ് മന്ത് എന്ന് പറഞ്ഞാൽ ഫയർ എനർജി നിൽക്കുമ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ പെട്ടെന്ന് വർക്ക് ആവും. ഓക്കെ, I miss you. Someone is also missing. I think, this person is missing you guys. Madly. He's alone. Spiritual lesson. This person is in your life to teach you a spiritual lesson. Yeah, this is a lesson for you. This is a divine lesson for you.
വിൻ ഓഫ് ഓൾ ഓഫ് അബൻഡൻസ്. എല്ലാ അബൻഡൻസിലും വിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ റെസൊനേറ്റ് തോന്നി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് കമന്റ് ആയാലും കമന്റ് ബോക്സിൽ കൊടുക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാം ഐഡി കൊടുത്തിട്ടുണ്ടോ. അല്ലാത്തവർക്ക് വാട്സ്ആപ്പ് കോൺടാക്ട് ചോദിച്ചാൽ എന്റെ ജിമെയിൽ ഐഡിയിൽ നിന്ന് വരുന്ന വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത പേഴ്സണൽ ഐഡി ബൈ ചെയ്യാവുന്നതായിരിക്കും. അഫർമേഷൻസ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ. സെക്കൻഡ് കാർഡ് പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ ലൈഫിൽ എന്ത് ബ്ലെസ്സിങ്സ് ആണ് വരാൻ പോകുന്നത്, എന്ത് അലേർട്ട് ആണ് തരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റേ പോസിറ്റീവ് ഗൈസ്. വി ക്യാൻ ചെക്ക് വിത്ത് മോർ കാർഡ്സ് വാട്ട് ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ടുവർഡ്സ് യു. No, you can't take this much card, guys. Something is waiting in your life. Waiting listilana. Okay, you are waiting, you are confused. I think so. You are hurted. Very much you are hurted. You can check. What blessings are coming towards you? The Lovers, yeah. The Justice reverse. Okay. നിങ്ങളുടെ ഡയറക്ഷനിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാതെ വഴി മാറി പോയിട്ടുണ്ട്. ഓക്കെ, one more line. It's come out. The Hanged Man. Yeah, that person is still hanging. Oh, I can understand. Lovers and the Devil. Both cards have many similarities. You can because this is protected by angels. Okay, this is protected by angels. The twin flame is here, and this is protected by devils, and twin flame is here by locked. Okay, we can read guys. What blessings are coming towards you? You are in twin flame journey strongly. This is a general reading, but ഈ ഒരു കാറ്റഗറി ചൂസ് ചെയ്ത ആൾക്കാർ twin flame journeyയിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹേർട്ടഡ് ആണ് നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് കിട്ടേണ്ട ജസ്റ്റിസ്, നിങ്ങളുടെ പേഴ്സൺ ആണ്, നിങ്ങളുടെ സ്വന്തമാണെന്ന് അറിയാം, പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല. ആൾ കൺഫ്യൂസ്ഡ് ആണ്, ആൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്കും ഒരുപാട് പ്രപ്പോസൽസ് വേറെ വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആ പേഴ്സണിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് വേറെ ഒന്നും ചൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഡ്രീം ചെയ്യുന്നത് ആ പേഴ്സണെയാണ്, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് വേറെ ഓഫേഴ്സ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ദാറ്റ് പേഴ്സൺ ഇസ് ഇൻ ഹാങ്ഡ് മാൻ പൊസിഷൻ. Hanged Man. Okay, the Hanged Man come out reverse. Okay, it's come out reverse, guys. That means he is converted to straight. അതായത് ഈ ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞുള്ള എനർജി ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിസ് ഇപ്പം ഇല്ല ബിക്കോസ് ഓഫ് കൺഫ്യൂഷൻസ്. ഓക്കെ, ആൾക്കറിയില്ല ഇത് തെറ്റാണോ ശരിയാണോ, നിങ്ങൾക്കും അറിയില്ല ഇത് തെറ്റാണോ ശരിയാണോ എന്ന്. ബട്ട് എനിക്ക് പറയാനുള്ള കാര്യം 100% ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണിയാണ്. ജനറൽ റീഡിംഗ് ആണ് എങ്കിൽ കൂടി നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആണെങ്കിൽ പേഴ്സണൽ റീഡിംഗ് ബൈ ചെയ്യേണ്ടി വരും. ഇത് കണ്ടിട്ട് എനിക്ക് ട്വിൻ ഫ്ലെയിം ജേണിയാണ്. ഇവിടെ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്. യുവർ പേഴ്സൺ ഇസ് വെരി മച്ച് വൈൽഡ് ആൻഡ് ഹി വാണ സെക്സ് വിത്ത് യു ബിക്കോസ് വിത്ത് സം എന്താ പറയാ something about wild and 365 days, something like that movie. And he wanna the supreme level of he is the emperor and you are the obedient. Okay, that kind of physical attraction is here. He is very much addicted to your body, but I think strongly a majority of them not dating with നിങ്ങളെ ഈ പേഴ്സണായിട്ട് ഡേറ്റ് ചെയ്തിട്ടില്ല, അതുപോലെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ആയിട്ടില്ല. മെജോറിറ്റി ഓഫ് ദം കാണുന്നവർ മേ ബി വെർജിൻ ആവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് യു ആർ വെയിറ്റിംഗ് ഫോർ ദിസ് പേഴ്സൺ, ബട്ട് ഒരുപാട് വേറെ പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ്, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ സ്റ്റക്കാണ്. ഈ പേഴ്സൺ ഓൾസോ അങ്ങനെയാണ്, നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാത്തൊരവസ്ഥ. ബട്ട് സ്ട്രോങ്ലി നിങ്ങൾ ഈ ഒരു മന്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലവ് തോട്ട്സ്, ഡ്രീംസ്, അതുപോലെ തന്നെ ഫിസിക്കൽ അട്രാക്ഷൻ, ഫിസിക്കൽ ഡ്രീംസ് കാര്യങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾ കാണും. ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത സ്ട്രോങ്ലി കാണുന്നുണ്ട്. മേ ബി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനും സാധ്യതയുണ്ട്. ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളത്. അതിനുവേണ്ടി ഒരുപാട് ഇന്നർ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. പ്രോസ്പെരിറ്റി എന്നാണ് പറയുന്നത്. പ്രോസ്പെരിറ്റി is flowing towards you, so be open to receiving it. Yeah, prosperity is going to flowing towards you. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവുകയാണ്. അത് ഓപ്പൺ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അടുത്തുണ്ട് ആ സാധനം. ഒരുപാടായിട്ടുള്ള പ്രോസ്പെരിറ്റി നിങ്ങളുടെ അടുത്തുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ സ്വന്തമാണ്, പക്ഷെ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ആ പേഴ്സൺ നിങ്ങളെ സ്വന്തമാക്കാൻ പറ്റുന്നില്ല. അത്രയും വലിയൊരു ബ്ലോക്കേജിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടെങ്കിൽ തുറന്നു നോക്കാനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്കില്ല. ആ സ്ട്രെങ്ത് വരണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എന്താ പറയാ, മാനിഫെസ്റ്റേഷൻ ചെയ്യുക, അഫർമേഷൻ യൂസ് ചെയ്യുക. ഞാൻ പറയുന്നത് കൂടുതൽ നമ്മൾ അതായത് നമ്മൾക്ക്
സ്പിരിച്വൽ കണക്റ്റഡ് ആയിട്ടുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നെഗറ്റീവ് എനർജീസും ബ്ലോക്കേജ് ഒക്കെ മാറാൻ ലോങ് ടൈം വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് മേ ബി 4 വർഷം 3 വർഷമൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. സംതിങ് അബൌട്ട് ലവ്. ദിസ് ഇസ് നോട്ട് എ സഡൻ റിലേഷൻഷിപ്പ്. This is also twin flame journey, so this is not sudden. He is maybe richer than you. You are also richer than him. And something about King of Swords needs strength. He is very much stubborn and he is a little bit egoistic person. And he's look like this, tall and sharp eyes, little eyes. Okay, something like that. And energy വളരെ dull ആണ്. What blessings? Again the lovers is here. I think maybe you are going to marry this person in March, April month, or engage with this person. All confusions will revealed, and you get the opportunity and blessing for these cards. Look at these cards. All are saying about your bond സ്റ്റെപ്പ് റിലേഷൻഷിപ്പിന്റെ സ്ട്രോങ് ബോണ്ട്. അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്ട്രീം ലെവലായിരിക്കും. ഓക്കെ, ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾ ഒന്നാവാണെങ്കിൽ നിങ്ങൾ അമേസിംഗ് ആയിട്ടുള്ള കപ്പിൾസ് ആയിരിക്കും. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ പേഴ്സൺ ഐലൻഡിലാവാം, അറബിക് കൺട്രീസിലാവും, സ്ട്രോങ്ലി ഐലൻഡ് ആവാൻ സാധ്യതയുണ്ട്. But he wanna come towards you. 2, the number is 2 is about twin flame. And again ഇവിടെ 2 ആണ്. And again ഇവിടെ 4 ആണ്. That means you are going to marry this person. If you do, നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്താൽ ഈ പോസിബിലിറ്റീസ് ഒരുപാട് ഒബ്സ്റ്റാക്കിൾസ് ഉണ്ട്. ബട്ട് ഗോഡ് നിങ്ങളോട് പറയാണ് ദിസ് ഇസ് യുവർ കൗണ്ടർ പാർട്ട്. ഓക്കെ, യു ഹാവ് വെരി മച്ച് സെക്ഷൽ അഡിക്ഷൻ ഫ്രം ദിസ് പേഴ്സൺ ആൻഡ് യു ആർ ഗോയിങ് ടു പ്രഗ്നന്റ് ഓർ യു ആർ ഗോയിങ് ടു get a baby from this person. Okay, strongly is very beautiful. അതിനൊരു ഫേസ് എൻഡ് ആവണം. ആ ഫേസിലാണ് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത്. ആ ഫേസ് എൻഡ് ആയാലാണ് ഈ പോസിബിലിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അതിന് സ്ട്രോങ് ആയുള്ള അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുക. വിട്ട് കളയേണ്ട നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആയിട്ടുള്ള ആളെ. എനർജി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അഫർമേഷൻസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് വിപരീത ഫലം ഉണ്ടാവും. എനർജി ചെക്ക് ചെയ്യുക. ഈ അഫർമേഷൻസ് ഒക്കെ എടുത്ത് യൂസ് ഒന്നും ചെയ്ത് കേട്ടോ. ഫിനാൻഷ്യലി നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. Emperor, he is the emperor for you guys. He is Aries, and Aries month is very important to you. And this number is 6 about twin flame journey. Okay, not 4. And this number is about 4. And April month is very important to you. He is maybe born in April. He is Aries man, maybe, or your alignment is strong when Aries star is coming towards you. And he wanna come towards you. He's mature now, and he wanna strong bond from you. Okay, he's on the way towards you. Just pray for Krishna. Just pray with Krishna. And some dark interface is here. You are also twin flame journey. And the powerful goddess. Your third eye chakra open ചെയ്യണം ഈ മന്തിൽ. അതിനുവേണ്ടി സ്ട്രോങ് അഫർമേഷൻസ് യൂസ് ചെയ്യുക. എല്ലാം ശരിയാവും. ഓക്കെ, come out. ഡാർക്ക് ഇന്റർഫേസിന് റിവേഴ്സിലാണ് വന്നത്. അതുപോലെ ഡാർക്ക് ഇന്റർഫേസ് എൻഡ് ആവാറായിട്ടുണ്ട്. സോ നിങ്ങൾ ചാരിയറ്റ് നിങ്ങൾക്ക് കറക്റ്റ് ഉള്ള വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടും. ഓക്കെ, പക്ഷെ അതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ഇന്നർ വർക്ക് ചെയ്യണം. കാരണം ഡാർക്ക് ഇന്റർഫേസിന്റെ ഒരു കണ്ട ലൈറ്റ് ആണ് പറയുന്നത്. സനത് കുമാർ ലൈറ്റ് ആക്ഷൻ ലൈറ്റില്ല ഇവിടെ. ഡാർക്ക് ഇന്റർഫേസ് നിങ്ങൾ മൂടിക്കുക, ലൈറ്റ് വരും. ഷൈൻ യുവർ ലൈറ്റ്. യുവർ ഇന്റേണൽ ഗൈഡൻസ് ഈസ് കമ്മിങ് ത്രൂ ലൗഡ് ആൻഡ് ക്ലിയർ. ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഇന്റേണൽ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നൂല്ലോ എന്താണ് നിങ്ങളുടെ സംഭവം എന്ന്. അപ്പൊ അതനുസരിച്ച് മൂവ് ചെയ്യാം കേട്ടോ. ആവശ്യമുള്ള ഒരു പേഴ്സണൽ റീഡിംഗ് ബൈ ചെയ്ത് അഫർമേഷൻസ് യൂസ് ചെയ്യുക. ഇറ്റ്സ് വെരി നിങ്ങൾക്ക് ഒരുപാട് യൂസ് ഉണ്ടാവും അതിൽ. അത് ഇതിനെ നിങ്ങൾ വെറുതെ ഇരിക്കുന്നേക്കാളും ഫലം നിങ്ങൾക്ക് ഉണ്ടാവും. ഹോൺസ് കോസ്മിക് ഗേറ്റ് വേ. യുവർ തോട്ട്സ് ആർ മാഗ്നറ്റിക് ആൻഡ് പവർഫുൾ. മിറാക്കിൾസ് ചേഞ്ചസ് ആർ ഒക്കറിങ്. നിങ്ങൾക്ക് മാഗ്നറ്റിക് അതായത് തേർഡ് ഐ ചക്ര പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം. ഏരീസ് മന്ത്, സജിറ്റേറിയസ് മന്ത്, ലിയോ മന്ത് മാനിഫെസ്റ്റേഷൻ ഒക്കെ വേഗം ഫാസ്റ്റ്ലി വർക്ക് ആവാൻ സാധ്യതയുള്ള മന്തുകളാണ്. അപ്പൊ നിങ്ങളത് ചെയ്യാം. കോസ്മിക് ഗേറ്റ് വേ, കോസ്മിക് അലൈൻമെന്റ് കറക്റ്റ് ആവും. ചാർട്ട് നിങ്ങളുടെ ഗ്രഹങ്ങളുടെ അലൈൻമെന്റ് തേർഡ് ഐ ചക്ര ഈസ് ഓൾസോ ഹിയർ. ആൻഡ് അലൈൻമെന്റ് ഒക്കെ ശരിയാവും. കേതു രാഹുവിന്റെ അപഹാരം ഉണ്ടെങ്കിൽ ഹിയർ ഇസ് ദ ഇവിൾ. നോ. അതായത്
ഗരുഡനാണ്, അതായത് ആ ഒരു രാഹുവിന്റെ അപഹാരമൊക്കെ മാറ്റി കിട്ടും. ടിൻ ഫ്ലെയിം ജേണി, സ്ട്രോങ്ലി ടിൻ ഫ്ലെയിം ജേണി. സനത് കുമാരയുടെ ടിൻ ഫ്ലെയിം ആണ് ലേഡി വെനസ്. നിങ്ങൾ 100% അല്ല 1000 ടൈംസ് ടിൻ ഫ്ലെയിം ജേണിയിലാണ്. ഓക്കെ, ഡൗൺലോഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ട്രസ്റ്റ് ഈസ് ബീങ് റിവീൽഡ്, ഡീപ് ഇൻസൈറ്റ് ആർ കമ്മിങ് ഫ്രം ഹെവൻ ആൻഡ് ദ ആസ്ട്രൽ റിലീം. നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ നിങ്ങൾ ടിൻ ഫ്ലെയിം ജേണിയിലാണെന്ന്? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ പേഴ്സണൽ റീഡിംഗ് കൂടെ നോക്കാം കേട്ടോ. ഇത് ജനറൽ റീഡിംഗ് ആണ്, പക്ഷെ നിങ്ങൾ പറയും ലൈറ്റ് കൊണ്ടുവരാനാണ് പറയുന്നത്. ഈ ഡാർക്ക് ഇന്റർഫേസ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടിൻ ഫ്ലെയിമിനെ മാനേജ് ചെയ്യാൻ പറ്റാന്ന് അതിനേക്കാളും അമേസിംഗ് ആയിട്ടുള്ള കാര്യമില്ല. റിലേഷൻഷിപ്പിലാകുമ്പോൾ ഇൻ ആൻഡ് ഔട്ട് എനർജി, ഫൈറ്റിംഗ്, ആർഗ്യുമെന്റ്സ്, ടാക്കില്ലാത്ത അവസ്ഥ അങ്ങനെയൊക്കെ വരുമെങ്കിലും ആഫ്റ്റർ മാരേജ് ലൈഫ് ഈ സൂപ്പർബായിരിക്കും. പക്ഷെ വിട്ട് കളയരുതെന്ന് പറയുള്ളൂ, നഷ്ടപ്പെടുത്തരുതെന്ന് എനിക്ക് പറയുള്ളൂ. ഓക്കെ, കിട്ടാൻ പാടുണ്ടാവും, കാരണം നല്ലത് കൂടി ചേരാതിരിക്കാൻ പലതും ശ്രമിക്കുമെന്ന് പറയില്ലേ. നമ്മുടെ മഹാബലിനെ പാതാളത്തേക്ക് ചവിട്ടി താഴ്ത്താനുള്ള കാരണം എന്തായിരുന്നു? ഇന്ദ്രനസൂയ. അതുപോലെ നല്ല കപ്പലിനെ ഇല്ലാണ്ടാക്കാൻ പല ഗ്രഹങ്ങളും ശ്രമിക്കും. അതുകൊണ്ട് ഒരുപാട് ഒബ്സ്റ്റാക്കിൾസ് തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ സ്പിരിച്വൽ ഗൈഡൻസ് സ്വീകരിക്കുക, അഫർമേഷൻസ് യൂസ് ചെയ്യുക, അതാണ് അതിനുള്ളൊരു മാർഗം. ഓക്കെ, യാ ഹോപ്പ്, ലുക്ക് വിത്ത് ന്യൂ ഐസ് ആൻഡ് ക്രിയേറ്റ് ദ ചേഞ്ച് ദ അവേറ്റ്സ് യു. യാ മാഗ്നറ്റ്, മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്, ചെയ്യുക. ഓക്കെ, ആൻഡ് ഫ്ലൈ ആവുക. ഇപ്പൊ ഒരു കാറ്റർപില്ലർ ഫോമിലാണ്, ആദ്യം പ്യൂപ്പ മോഡിലേക്ക് വരെ ഫ്ലൈ ആവുക. ഈ ബ്യൂട്ടിഫുൾ ഗാർഡനിൽ നിങ്ങൾ ഹണിയൊക്കെ സക്ക് ചെയ്ത് പറന്ന് നടക്കുക, ഫാമിലി ആവുക. ഓക്കെ, ഈ ഒരു ഫുൾ അബൻഡൻസ്, കളർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ്. ആൻഡ് അഗെയിൻ ലാഫ്റ്റർ അട്രാക്ട് യൂണിക്കോൺസ്, ഹാപ്പിനെസ്. നിങ്ങൾ ഒരുപാട് ഹാപ്പിനെസ് ആയിട്ട്, ഒരുപാട് റൂട്ടഡ് ആയിട്ട്, ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഉണ്ടാവട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ റിസണേറ്റ് ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് എന്ത് തന്നെയായാലും. വൺ മോർ തിങ്, ഓക്കെ, യൂണിവേഴ്സൽ സ്ക്രോൾസ് ചെക്ക് ചെയ്തില്ല, ജസ്റ്റ് ഐ ടേക്ക് ദിസ് കാർഡ്സ്. ഓക്കെ ഗൈസ്, ആൻഡ് റൈറ്റ് പാത്ത്, നിങ്ങളിപ്പോ റൈറ്റ് പാത്തിലാണ്. അപ്പൊ മാനിഫെസ്റ്റേഷൻ ചെയ്യുക, അഫർമേഷൻസ് യൂസ് ചെയ്യുക, അത് തന്നെയാണ് ഞാൻ പറഞ്ഞ സജഷൻ, അത് തന്നെ ചെയ്യാം. മിസ് ഫോർച്യൂൺ ഞാൻ പറഞ്ഞു, ഇപ്പോ ഈ ഒരു നിമിഷം നിങ്ങൾ ഇത്തിരി മിസ് ഫോർച്യൂണിലാണ്, പക്ഷേ ഇറ്റ്സ് കമ്മിങ്. നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വരും. നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡാർക്ക് ഇന്റർഫേസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഗൈഡൻസ് കൊണ്ട് മാത്രമേ മാറുള്ളൂ, അത് മാറില്ല. ആർക്കേഞ്ചൽ മൈക്കൽ, സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഇസ് ഹിയർ, കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വേ. നിങ്ങൾ സ്പിരിച്വലി മാനിഫെസ്റ്റേഷൻ ചെയ്യുക, അഫർമേഷൻ യൂസ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കമന്റ് ആയാലും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഉണ്ടോ, അല്ലാത്തവർക്ക് കമന്റ് ബോക്സിൽ വാട്സപ്പ് നമ്പർ ചോദിച്ചാൽ എന്റെ ജിമെയിൽ ഐഡിയിൽ നിന്ന് വരുന്ന വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്ന. അപ്പോൾ ടേക്ക് കെയർ, ബൈ.